തന്നെ ദൈവവുമായി സ്വയം പ്രഖ്യാപിച്ച് ജനങ്ങളുടെ സ്തുതികളിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരം അവന്റെ മേൽ പതിക്കുകയും ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ നിലം പതിക്കുകയും പുഴുവരിച്ച് മരിക്കുകയും ചെയ്ത ഒരു രാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇസ്രായേൽ രാജാവായിരുന്ന ഹെറോദോസ് അഗ്രിപ്പായെ കുറിച്ചാണ് പറയുന്നത്. ബൈബിളിൽ ഹെറോദോസ് എന്നുള്ളത് ഒരു കുടുംബ പേരാണ്. ആ പരമ്പരയിലെ എല്ലാവരും തന്നെ ക്രൂരനായ ഭരണാധികാരികളായിരുന്നു. അതിൽ മഹാൻ എന്ന ആളുകൾ വിളിച്ചിരുന്ന ഹെറോദ് രാജാവാണ് ഈശോയുടെ ജനനത്തെ തുടർന്ന് ശിശുക്കളെ കൊല്ലാൻ ഉത്തരവിട്ടത്. ഹെറോദോസ് അന്തിപ്പാസ് എന്ന മറ്റൊരു ക്രൂരനാണ് സ്നാപ യോഹന്നാനെ വധിച്ചത്. ഈ പരമ്പരയിലെ ആളാണ് ഹെറോദ് അഗ്രിപ്പ. ഇയാളാണ് ആദിമ ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ചതും യാക്കോബിനെ വധിച്ചതും പത്രോസിനെ തടങ്കലിൽ ഇട്ടതും. അവന്റെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 12-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു. ടയറിലും സീദോനിലുമുള്ള ആളുകളോട് ഹെറോദോസിന് വൈരമുണ്ടായിരുന്നു. അവർ ഒത്തുചേർന്ന് രാജാവിന്റെ അടുത്ത് ചെന്ന് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു. കാരണം അവരുടെ ദേശം ഭക്ഷ്യസാധനങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് അവന്റെ രാജ്യത്തെയാണ്. ഒരു നിശ്ചിത ദിവസം ഹെറോദോസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇത് ഒരു ദേവന്റെ സ്വരമാണ്, മനുഷ്യൻ്റെതല്ല. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു എന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഈ ബൈബിൾ കഥാപാത്രം നമ്മളെ പഠിപ്പിക്കുന്നത്? ദൈവത്തിനേക്കാൾ ഉപരിയായി, ദൈവത്തിന്റെ കൽപ്പനേക്കാൾ ഉപരിയായി ആരെല്ലാം സ്വയം ഉയർത്തുന്നുവോ അവരെല്ലാവരും തകർന്നു പോകുമെന്ന് തന്നെ. മറ്റുള്ളവരുടെ സ്തുതികളിൽ ജീവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് എന്ത് പ്രാധാന്യമുണ്ട് എന്ന് സ്വയം ചിന്തിക്കുക.